കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. അപ്പോൾ നമ്മൾ ഇന്നലെ വീരഭദ്രൻ, അതായത് പറഞ്ഞില്ലേ, എന്താ പറയുക, പുകയുടെ നിറമുള്ള തലമുടിയോട് കൂടിയിട്ടുള്ള ശിവൻ്റെ ഛായയാണ് കണ്ടാൽ അങ്ങനത്തെ ഒരു വീരഭദ്രനോട് ദേഷ്യം വന്ന ശിവൻ കേട്ടോ വീരഭദ്രനോട് ദൂതനായിട്ട് പോകാൻ പറഞ്ഞു അല്ലേ. സുംഭനിസുംഭന്മാരുടെ അടുത്തേക്ക് എൻ്റെ ദൂതനായിട്ട് പോകണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതല്ലേ. 26 വായിക്കാം കേട്ടോ. ബ്രൂഹി സുംഭം നിസുംഭം ച ദാനവാവധിഗർവിതൗ യേ ചാന്യേ ദാനവാസ്തത്ര യുദ്ധായ സമുപസ്ഥിതാഃ. സുംഭം നിസുംഭം ച ബ്രൂഹി, എന്നിട്ട് നീ അവരുടെ അടുത്തേക്ക് പോവൂ, എന്നിട്ട് സുംഭനോടും നിസുംഭനോടും ഇപ്രകാരം പറഞ്ഞോളൂ, അല്ലെങ്കിൽ പറഞ്ഞാലും. ബ്രൂഹി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും. അവരോട് രണ്ടാളോടും ഇത് പറഞ്ഞോളൂ. എന്താ പറയണ്ട? എന്നിട്ട് ഒന്നും കൂടിയും പറയണ്ട, അവർ സാധാരണ അസുരന്മാരല്ല. ദാനവൗ അതിഗർവിതവും. ഈ അസുരന്മാർ സുംഭനും നിസംഭനും ഉണ്ടല്ലോ, അതിഗർവിഷ്ഠന്മാരാണ്, അതികഠിന ഗർവോട് കൂടിയവരാണ്. യുദ്ധായ തത്ര സമുപസ്ഥിതാഹ, അതായത് എന്താണ്, യുദ്ധം ചെയ്യാൻ അവരുടെ കൂടെയുള്ള അവരുടെ സൈന്യത്തിലെ രാക്ഷസന്മാരോടും പറഞ്ഞോളൂ പറയാണ്. യുദ്ധായ തത്ര സമുപസ്ഥിത, യുദ്ധം ചെയ്യാനായിട്ട് അവിടെ അസംബിൾ ചെയ്തിട്ടുള്ള, അവിടെ ഒത്തുകൂടിയിട്ടുള്ള അന്യേച്ച ദാനവാഹ, ബാക്കി എന്താ പറയുക, അസുരന്മാരോടും. സുംഭനോടും നിസുംഭനോടും മാത്രമല്ല, ബാക്കി അസുരന്മാരും കൂടി കേൾക്കത്തക്കവണ്ണം പറഞ്ഞോളൂ. എന്താ ഞാൻ ഈ പറയാൻ പോണ സന്ദേശം സുംഭനോടും നിസുംഭനോടും പറയണം. വളരെ ഗർഭിഷ്ഠന്മാരായിട്ടുള്ള സുംഭനോടും നിസുംഭനോടും അവരുടെ സൈന്യാധിപന്മാരോടും അവരുടെ സൈന്യത്തിലുള്ള എല്ലാ രാക്ഷസന്മാരോടും ഞാൻ ഈ പറയാൻ പോകുന്ന സന്ദേശം പറഞ്ഞോളൂ എന്ന് പറയണം ദേവി. ബ്രൂഹി സുംഭം നിസുംഭം ച ദാനവാവധിഗർവിതൗ യേ ചാന്യേ ദാനവാസ്തത്ര യുദ്ധായ സമുപസ്ഥിതാഃ. അവിടെ യുദ്ധത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും പറഞ്ഞോളൂ, സുംഭനോടും നിസുംഭനോടും മാത്രമല്ല എന്ന് ഈ സന്ദേശം. എന്താണ് സന്ദേശം എന്ന് പറയിട്ടു കഴിഞ്ഞു. 27 ത്രൈലോക്യമിന്ദ്രോ ലഭതു ദേവാ സന്ദുഹവിർഭുജ യൂയം പ്രയാത പാതാളം യതി ജീവിതുമിച്ഛതാ. ഇതാണ് പറയണത്. എന്താ അറിയോ, ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ പൊക്കോളാൻ പറയണം. എന്താ പറയണേ, ഇപ്പോൾ 3 ലോകത്തിൻ്റെയും അധിപതിയായിട്ട് വാഴുകയാണല്ലോ അപ്പോൾ ഈ സുംഭനും നിസുംഭനും. സ്വർഗമൊക്കെ അടക്കിപ്പിടിച്ച ദേവന്മാരൊക്കെ അവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് 3 ലോകങ്ങളുടെ അധിപതിയായിട്ട് വാഴില്ലേ. അപ്പം എന്താ ഇപ്പം ഭഗവതി പറയണറിയോ സന്ദേശത്തിൽ, ഇന്ദ്രം ത്രൈലോക്യം ലഭതു, ഇന്ന് മുതൽ ഇന്ദ്രനാണ് ഈ ത്രിലോകാധിപതി, നിങ്ങളല്ല. ഇന്ന് മുതൽ ഇന്ന് തൊട്ട് ഇന്ദ്രന് കൊടുക്കണം നിങ്ങൾ. അവിടുന്ന് സ്ഥാനം ഒഴിഞ്ഞിട്ട് ഇന്ദ്രന് കൊടുക്കണം. സ്വർഗാധിപത്യല്ല, 3 ലോകങ്ങളുടെ അധിപതിയാണല്ലോ ഇപ്പം നിങ്ങൾ. ആ സ്ഥാനം ഇന്ദ്രന് ഇന്നു മുതൽ കൊടുക്കണം. ദേവാഹ ഹവിർഭുജ സന്തു, മാത്രമല്ല ഹവിർഭാഗങ്ങളും ഇനി ദേവന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, ഓഫർ ചെയ്യുള്ളൂ. എല്ലാ ഹവിസും ദേവന്മാർക്ക് മാത്രമുള്ളതാണ്. യൂയം പാതാളം പ്രയാത, നിങ്ങൾ പാതാളത്തിലേക്ക് പൊക്കോളൂ. എങ്ങനെയാണെങ്കിൽ യതി ജീവിതും ഇച്ഛത, നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ, ജീവിതും ഇച്ഛത എന്ന് പറഞ്ഞു, ജീവിച്ചിരിക്കാൻ മോഹമുണ്ടെങ്കിൽ യൂയം പാതാളം പ്രയാത, വേഗം വാല് തട്ട് പാതാളത്തിലേക്ക് വേഗം ഓടിപ്പൊക്കോളൂന്ന്. അങ്ങനെ ഒരു വാണിങ്ങാണ് കൊടുത്തത്. ഒരു സാധാരണ ഒരു മെസ്സേജല്ല. എന്ത് മെസ്സേജാണ് ഭഗവതി വീരഭദ്രനോട് പറയാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് തന്നിട്ടുള്ള ലോകമായിട്ടുള്ള പാതാളത്തിലേക്ക് ഇപ്പം പൊക്കോളൂ.
അധോലോകത്തിലേക്ക്. ഇന്ന് തൊട്ട് ഇന്ദ്രനാണ് ത്രിലോകാധിപതി. മാത്രമല്ല ആര് യജ്ഞം ചെയ്യുമ്പോഴത്തെ എല്ലാ ഹവിസ്സുകളും ദേവന്മാർക്ക് മാത്രം ഉള്ളതാണ്, ഇന്ദ്രനും ഉള്ളതാണ്. അല്ലാതെ നിങ്ങൾക്കൊന്നും ഉള്ള. ഇന്ന് തന്നെ നിങ്ങൾക്ക് ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ ഇപ്പം സ്ഥലം വിട്ട് നിങ്ങളുടെ സ്ഥലമായിട്ടുള്ള പാതാളത്തിലേക്ക് പൊക്കോളൂ. അതാണ് മെസ്സേജ്, സന്ദേശം അതാണ്. ത്രൈലോക്യം ഇന്ദ്രോ ലഭതു ദേവാ സന്തുഹവിർഭുജ. ഹവിസ്സും അവർക്കാണ്. യൂയം പ്രയാത പാതാളം യതി ജീവിതുമിച്ഛത. ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്വർഗം വിട്ടു പൊക്കോളൂ എന്ന്. പിന്നെ 28 ബലാവലേ പാദഥ ചേത് ഭവന്തോ യുദ്ധകാംക്ഷിണ തദാഗച്ഛത തൃപ്യന്തു മച്ഛിവാഹ പിശിതേന വഹ. അഥ ഭവന്തഃ, ഇനി അതല്ല, അവർക്ക് ബലാവലേപാത് യുദ്ധകാംക്ഷിണ ചെയ്ത് അല്ല, അവർക്ക് ഇനി നല്ല ശക്തി ഉണ്ടാവും, അവരുടെ ശക്തിയിൽ നല്ല വിശ്വാസം ഉണ്ടായിട്ട് യുദ്ധം ചെയ്യണം എന്നാണ് ആഗ്രഹം എങ്കിൽ, ഇപ്പം അവർ ഞാൻ പറഞ്ഞ പോലെ പോവാൻ തയ്യാറില്ല വെച്ചാൽ യുദ്ധം ചെയ്യാനാണ് ആഗ്രഹം, എന്നോടും എൻ്റെ സൈന്യത്തിനോട് യുദ്ധം ചെയ്യാനാണ് ആഗ്രഹം എങ്കിൽ, അതാണ് അഥ ഭവന്ത ബലാവലേപാത് യുദ്ധകാംക്ഷിണ ചെയ്ത്, യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യുദ്ധം ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം വെച്ചാൽ തത് ആഗച്ഛത, വരൂ വന്നോളൂ, ജസ്റ്റ് എൻ്റെ നേരെ വന്നോളൂ, ഇപ്പം തന്നെ വന്നോളൂ. മച്ഛിവാഹ വഹ പിശിതേന തൃപ്യന്തു. എൻ്റെ ഈ കൂടുള്ള നരികളുണ്ടല്ലോ, മാംസം തിന്നാൻ റെഡിയായിട്ട് നിൽക്കുന്ന നരികൾ, കുറുനരികൾ അല്ലെങ്കിൽ കുറുക്കന്മാർ, എൻ്റെ 4 പുറം കൂട്ടം കൂട്ടായിട്ട് കുറേ കുറുക്കന്മാരുണ്ടല്ലോ, ഓരിടുന്നു, മാംസം കിട്ടുന്നുള്ള മോഹത്തിൽ വന്നിറക്കുകയാണ് അവർ. ഞാൻ നിങ്ങളെ കൊല്ലും, അപ്പോൾ മാംസം കിട്ടുന്നുള്ള മോഹത്തിൽ. അതുകൊണ്ട് നന്നായി പോരിന് വരികച്ച, നിങ്ങൾക്ക് യുദ്ധം ചെയ്തേ അടങ്ങൂന്നുണ്ടാച്ചോട്ടെ, എന്നാ യുദ്ധത്തിന് വന്നോളൂ, നന്നായി എൻ്റെ കൂടെയുള്ള ഈ കുറുക്കന്മാർക്ക് ഭക്ഷണമായില്ലോ. അതാണ് മച്ഛിവഹ വഹ പിശിതേന തൃപ്യന്തു. എൻ്റെ ഈ കുറുനരികൾക്കൊക്കെ അല്ലെങ്കിൽ കുറുക്കന്മാർക്കൊക്കെ ധാരാളം അവർ പിശിതേന തൃപ്യന്തു, അവർ മാംസം തിന്ന്, നിങ്ങളുടെ ശരീരത്തിലത്തെ ആ മാംസം തിന്ന് അവർ തൃപ്തി അടയട്ടെ എന്ന്, എൻ്റെ കൂടെയുള്ള കുറുക്കന്മാർ എന്ന് പറയാൻ എന്താ, വേണമെങ്കിൽ പോരിന് വന്നോളൂ, ഞാൻ നിങ്ങളെ നിഷ്പ്രയാസം കൊല്ലും, നിങ്ങൾ ഈ കുറുക്കന്മാരുടെ ഭക്ഷണമായി തീരും എന്ന് പറഞ്ഞു. ബലാവലേ പാദഥ ചെയ്ത് ഭവന്തോ യുദ്ധകാംക്ഷിണ തദാഗച്ഛത തൃപ്യന്തു മച്ഛിവാഹ പിശിതേന വഹ. അതായത് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ മോഹമുണ്ടെങ്കിൽ ഞാൻ വരണ്ടാവെന്നും പറയുന്നില്ല, വെറുതെ എൻ്റെ കുറുക്കന്മാർക്ക് ഒരു ഭക്ഷണമായി തീരും നിങ്ങളെന്ന്. തതോ നിയുക്തോ ദൂതത്വേ തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിൻ തതഃ സാഖ്യാതിമാഗതാ. തയാ ദേവ്യ ശിവ, ആ ദേവിയാൽ, ശിവൻ ചവിടെ വീരഭദ്രൻ, ശിവൻ്റെ ശക്തി കൊടുത്ത ആൾ, അത്രയേ ഉള്ളൂ, ശിവൻ എന്നില്ല കേട്ടോ. തയാ ദേവ്യ ശിവ സ്വയം ദൂതത്വേ യതഃ നിയുക്ത. അതായത് ശരിക്കും പറയാച്ചാൽ ശിവൻ തന്നെ ദേവിയുടെ ദൂതനായി പോയി എന്ന് നിലയ്ക്കാണ് പറയണത്. ശിവൻ്റെ ഒരു ശക്തി തന്നെ, ശിവനിൽ നിന്നുണ്ടായ വീരഭദ്രൻ അല്ലെങ്കിൽ ശിവൻ്റെ സഹായത്തോടു കൂടി ഉണ്ടായിട്ടുള്ള വീരഭദ്രൻ ശിവൻ തന്നെയാണെന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയുകയാണ്. അതായത് പിന്നെ ദേവി സ്വന്തം ഭർത്താവായിട്ടുള്ള ശിവൻ തന്നെയാണ് ദൂതനായി അയച്ച് എന്ന പോലെയാണ് ഇവിടെ പറയണത് കേട്ടോ വീരഭദ്രനെ. അതായത് തയാ ദേവ്യ ശിവ സ്വയം ദൂതതോ, സ്വയം ശിവൻ തന്നെ ദേവിയുടെ ദൂതനായി പോയി. യതഃ നിയുക്ത, അങ്ങനെ ദേവിയുടെ ദൂതനായിട്ട് വീരഭദ്രൻ പോയില്ലോ. അപ്പോൾ ശിവൻ തന്നെയാണ് വീരഭദ്രൻ എന്നുള്ളതൊക്കെ ശിവൻ്റെ ശക്തിയും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ കാരണം ദേവിക്ക് പേര് വന്നു. എന്താ അറിയോ? തതഃ സ അസ്മിൻ ലോകേ ശിവദൂതി ഇരിഖ്യാതി. അതുകൊണ്ട് ശിവനെ ദൂതനായി അയച്ച കാരണം ദേവിക്ക് ശിവദൂതി എന്ന പേരിലും ദേവി അറിയപ്പെടുന്നു എന്ന് പറയുകയാണ് അന്നു മുതൽ. അതായത് ഈ വീരഭദ്രനെ ദൂതനായി അയച്ചപ്പോൾ, വീരഭദ്രൻ ശിവൻ്റെ അവതാരമാണെന്നോ അല്ലെങ്കിൽ ശിവൻ്റെ അംശാവതാരമാണെന്നോ പറയാം. അതുകൊണ്ട്
ഈ വീരഭദ്രൻ എന്ന ശിവൻ അംശാവതാരമായിട്ടുള്ള പിന്നെ ശിവൻ്റെ അംശാവതാരമായിട്ടുള്ള വീരഭദ്രൻ എന്നുള്ള ദൂതനെ ദേവി ഈ അസുരന്മാരുടെ അടുത്തേക്ക് അയച്ചുകൊണ്ട് ദേവിക്ക് ശിവദൂതി എന്ന പേരും കൂടിയും ആ പേരിലും കൂടിയും ദേവി പ്രസിദ്ധയായി എന്നാണ് ഇതിൽ പറയണത്. തതോ നിയുക്തോ ദൂതത്വേ തയാ ദേവ്യാ ശിവസ്വയം, ശിവൻ്റെ അംശാവതാരമാണ്. ശിവദൂതീതി ലോകേസ്മിൻ സ്തതസാഖ്യാതിമാഗത, അതായത് ശിവൻ അംശാവതാരം എടുത്തിട്ട് ദേവിയുടെ ദൂതനായി പോവാൻ റെഡിയാണ്. അത്രയ്ക്കിഷ്ടമാണല്ലോ ദേവിയെ. അപ്പോൾ ദേവിയുടെ ഒരു ശിവൻ്റെ അംശാവതാരം എടുത്തിട്ട് ദേവിയുടെ ദൂതനായിട്ട് പോയാൻ തയ്യാറായി. അതുകൊണ്ടാണ് ശിവദൂതി എന്നുള്ള പേര് കിട്ടിയതാണ്. ദേവി ശ്രുത്വാ വചോ ദേവ്യാ ശർവാഖ്യാതം മഹാസുരാः അമർഷാപൂരിതാ ജഗ്മുറി യത്ര കാർത്യായനീ സ്ഥിതാ. തേ മഹാസുരാः ശർവാഖ്യാതം ദേവ്യാः വചഃ ശ്രുത്വാ അപി, ആ അസുരന്മാർ തേ മഹാസുരാः, ആ സുംഭനും നിസുംഭനും ബാക്കിയുള്ള അസുര സൈന്യാധിപന്മാരും ഒക്കെ സർവാഖ്യാതം ശിവൻ്റെ അംശാവതാരമായിട്ടുള്ള വീരഭദ്രൻ മുഖേന ദേവ്യാഹ വച, ദേവിയുടെ സന്ദേശം ശ്രുത്വ അഭി, കേട്ടപ്പോൾ എന്താ ഉണ്ടായത്? വീരഭദ്രൻ ഈ ദേവിയുടെ സന്ദേശം അങ്ങോട്ട് കൊടുത്തില്ലേ? എന്താ ഉണ്ടായത്? അമർഷാപൂരിതാഹ, കോപം കൊണ്ടിങ്ങനെ ജ്വലിച്ച്, പൂരിതം എന്ന് പറഞ്ഞാൽ നിറഞ്ഞത്, കോപം കൊണ്ട് നിറഞ്ഞ അല്ലെങ്കിൽ കോപം കൊണ്ട് ജ്വലിച്ച. എന്നിട്ട് എത്ര കാർത്തിയായിനീ സ്ഥിത തത്ര തേ ജഗ്മു, എവിടെയാ ദേവി ഇരിക്കണ അവിടേക്ക് അവർ നിങ്ങൾ നേരിട്ട് വന്നു. ഈ വീരഭദ്രൻ ദേവിയുടെ ഈ സന്ദേശം അങ്ങോട്ട് കൊടുത്തില്ലേ? എന്താ ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ പൊക്കോളൂന്ന അല്ലേ, സ്ഥലം വിട്ട് പൊക്കോളൂന്നാണ് പറഞ്ഞതേ. അപ്പോൾ ഇത്ര ഗർവുള്ളവർക്ക് ഇപ്പോൾ അതൊക്കെ വലിയ അവരുടെ അഭിമാനത്തിന് മോശമല്ലേ. അപ്പം അതികഠിന ദേഷ്യം വന്നിട്ട് വേഗം ദേവിയുടെ നേരെ അങ്ങോട്ട് ചെന്നു. എന്നിട്ടോ ദേവി ശ്രുത്വാ വചോ ദേവ്യാ ശർവാഖ്യാതം മഹാസുരാ അമർഷാപൂരിതാ ജഗ്മുർ യത്ര കാർത്യായനീ സ്ഥിത, എവിടെ ദേവി ഇരിക്കണ അവിടേക്ക് എത്തി. തഥാ പ്രഥമമേവാഗ്രേ ശരശക്തിഷ്ടിവൃഷ്ടിഭി ഉദ്ധതാമർഷാസ്താം ദേവീം അമരാരയ. എന്താണ്? തതഃ അമരാരയ. അതിനുശേഷം ഈ അമരാരയാച്ച എന്താ അറിയോ? അസുരന്മാരെ, അമരന്മാരുടെ ശത്രുക്കൾ, അമരന്മാരുടെ അരികൾ എന്നാണ്. അപ്പം അമരാരയ പറഞ്ഞു വെച്ചാൽ അസുരന്മാർ. തതഃ, ആ അമരന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാർ ഉദ്ധതാമർഷാഹ, അങ്ങേയറ്റം അതായത് സഹിക്കാൻ വയ്യാത്ത കോപത്തോടു കൂടി അഗ്രേ പ്രഥമം ഏവ ദേവിയുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തിയ ഉടനെ തന്നെ, ആദ്യം തന്നെ പ്രഥമമേവ ഉടനെ തന്നെ ശരശക്തിഷ്ടി വൃഷ്ടിഭിഹി, അവരുടെ കയ്യിലുള്ള എല്ലാ വളരെ ശക്തിയേറിയിട്ടുള്ള അമ്പും വില്ലോണ്ട് വേലും എന്തൊക്കെ ആയുധങ്ങളാണുള്ള വെച്ചാൽ ശരശക്തി പറഞ്ഞല്ലോ. അപ്പോൾ അമ്പുകളെ കൊണ്ടും വേലുകളെ കൊണ്ടും എന്ന് വേണ്ട അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളെയും കൊണ്ടും താം ദേവിയും വവർഷു, ദേവിയുടെ മേലങ്ങട് ഒരു മഴ പോലെ ഇവരുടെ ആയുധങ്ങൾ അങ്ങ് വർഷിക്കപ്പെട്ടു എന്ന്. അതായത് ഇവർ ദേഷ്യം വന്നിട്ട് ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞടുത്തു പറഞ്ഞില്ലേ, പാഞ്ഞടുത്തിട്ട് രണ്ടാമതൊന്ന് ചിന്തിക്കാനും സമയമില്ലാതെ ഉടനെ തന്നെ അവരുടെ കയ്യിലുള്ള ശക്തിയേറിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും, എന്തായുധം വെച്ചാലും വേലാണെങ്കിൽ അതെറിയാം, അമ്പാണെങ്കിൽ അതെറിയാം, പിന്നെ അവരുടെ ബാക്കി കുന്തോ എന്തൊക്കെയുള്ള വെച്ചാൽ എല്ലാം കൊണ്ടും ദേവിയുടെ മേലെ ആയുധ വർഷം അവർ പൊഴിച്ചു ഉടനെ. ദേവി ഇങ്ങോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഭാവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവർ അവരുടെ ആയുധങ്ങളെ കൊണ്ട് ദേവിയുടെ മേലെ അങ്ങോട്ട് വർഷിച്ചു. അങ്ങനെയാണല്ലോ ഈ അസുരന്മാരൊക്കെ വീണ്ടും വിചാരം ഇല്ലാതെ ഇമ്പൾസീവായിട്ട് ചെയ്യണതൊക്കെ നമ്മുടെ ആസുരി
സ്വഭാവമാണ്, അല്ലെങ്കിൽ അസുര സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും പറയുമല്ലോ, ദേഷ്യം വന്നാൽ അപ്പം ഒന്നും പറയരുത്. നമ്മളോട് കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് പറയും കുറച്ച് നാമം ജപിക്കുമെന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ ദേഷ്യം മാറും എന്നൊക്കെ പറയൂലേ ഇല്ലേ. അതായത് ദേഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്താലും വീണ്ടും വിചാരം ഉണ്ടാവില്ല, ഒന്നും ആലോചിക്കാണ്ട് ആ സഡൻ ഇംപ്ലസ് അപ്പം തോന്നി ഇതങ്ങനെ ചെയ്യേ, അതാണ് അസുര സ്വഭാവം. അത് നമുക്കിതിൽ നല്ലോണം കാണാമല്ലോ. അതായത് നേരെ ചെന്നു അങ്ങോട്ട് ആക്രമിച്ചു അല്ലേ. തഥാ പ്രഥമമേവാഗ്രേ ശരശക്തിഷ്ടിവൃഷ്ടിഭി വവർഷുരുദ്ധതാമശാസ്താം ദേവീ മമരാരയ. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മുടെ ഇതിലൊക്കെ ഇപ്പോൾ ഈ പതഞ്ജലി യോഗസൂത്രത്തിലൊക്കെ അതിൻ്റെ ഒരു ക്ലാസ് ഒരാൾ എടുത്തിരുന്നു ഇവിടെ. അപ്പോൾ അതിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ ഒഴിവാക്കണം. അതാണ് ആ ഒരു സമനില, എന്ത് വന്നാലും ആ സമനില പാലിക്കാൻ കഴിയുക, അത് വളരെ വലിയൊരു ഒരു സാധനയാണെന്ന് പറയുന്നുണ്ട്. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ദുഃഖിപ്പിച്ചാലും നമ്മളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാലും പരിഹസിച്ചാലും ഒക്കെ നമ്മൾ റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഒരു പ്രാക്ടീസാണ് ഡെയിലി ലൈഫിലെന്ന് പറയുന്നുണ്ട്. അത് അത്ര പ്രധാനമാണെന്ന് നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളൊക്കെ അടക്കാനേ. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ അസുരന്മാരെ പോലെ പെരുമാറാതിരിക്കാൻ. ഇനി 32. സാ ച തത്പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വഥാൻ ചിച്ഛേദ ലീലയാത്മാത ധനുർമുക്തൈർമഹേഷുഭി. അതാണ് എന്താ അറിയോ, സാ ച തത്പ്രഹിതാൻ അവരയച്ച, ഈ അസുരന്മാരെ കയ്യിൽ നിന്ന് അയച്ച ബാണാൻ ശൂല ശക്തി പരശ്വഥാൻ, അതായത് അമ്പ്, ബാണം, ശൂലം, വേല്, മഴു, ഇതൊക്കെ ആത്മാതധനുർമുക്തൈഹി, ദേവി തൻ്റെ ആത്മാതധനുർമുക്തൈന്ന്, അതായത് തൻ്റെ കയ്യിലുള്ള വില്ലുന്നുള്ള വലിയ വലിയ ശരങ്ങൾ കൊണ്ട്, അതാണ് മഹേഷുഭി, ആത്മാത ധനുർമുക്തൈഹി മഹേഷുഭി, തൻ്റെ വില്ലിൽ നിന്നും തൊടുത്ത് വിട്ട അമ്പുകൾ കൊണ്ട് എന്ത് ലീലയാ ചിച്ഛേദ, ശരിക്കും ഒരു ലീല പോലെ, വെറും ഒരു കളി പോലെ നിസ്സാരമായിട്ട് എല്ലാറ്റിനെയും മുറിച്ച് കളഞ്ഞു. അതായത് ദേവിയുടെ മേലേക്ക് ഇങ്ങോട്ട് വർഷിച്ചു പറഞ്ഞില്ലേ, ഒരു മഴ പോലെ ആയുധങ്ങൾ വന്നപ്പോൾ ഒരായുധം പോലും ദേവിയുടെ മേലെ തൊടാൻ സമ്മതിച്ചേ ഇല്ല. അതിനു മുമ്പ് തന്നെ ദേവിയുടെ വില്ലിൽ നിന്നും പുറപ്പെട്ട, അല്ലെങ്കിൽ ദേവിയുടെ വില്ലിൽ നിന്നും ദേവി വലിച്ച് വിട്ട അമ്പുകൾ അത് ദേവിയുടെ അടുത്ത് എത്തണതിന് മുമ്പ് സകലേറ്റിനെയും ഒരു കളി പോലെ, ദേവിക്കൊരു ശരിക്കും ഒരു വിനോദം, നിസ്സാരമായിട്ട് അതിനെയൊക്കെ നിഷ്പ്രയാസം എല്ലാത്തിനെയും, എല്ലാ സാധനങ്ങളെയും, അമ്പിനെയും ശൂലത്തിനെയും വേലിനെയും മഴുവിനെയും ഒക്കെ ദേവിയുടെ കയ്യിൽ നിന്ന് വലിച്ചയച്ചിട്ടുള്ള അമ്പുകൾ കൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ, ലീലയാന്നും കൂടി പറഞ്ഞു അല്ലേ, ഒരു വിനോദം പോലെ അതിനെ മുഴുവനെ തകർത്തു അപ്പം തന്നെ. സാ ച തത്പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വഥാൻ, പലതരത്തിലുള്ള ആയുധങ്ങളെയും ദേവിയുടെ അമ്പ് കൊണ്ടല്ല ചിച്ഛേദ മുറിച്ചുന്ന്, ലീലയ എങ്ങനെ, ധനുർമുക്തേർ മഹേഷുഭി, ആ വില്ലുന്ന് പുറപ്പെട്ട അമ്പുകളെ കൊണ്ട് എല്ലാ ആയുധങ്ങളെയും മുറിച്ചിട്ടു. തസ്യാഗ്രതസ്തഥാ കാളി ശൂലപാതവിദാരിതാൻ ഖട്വാംഗബോധിതാംശ്ചാരീൻ കുർവതി വ്യചരത്ത് തഥാ. ഇനി എന്താ പറയണ വെച്ചാൽ, തഥാ അസ്യ അഗ്രതഃ, അതേപോലെ തന്നെ ഈ വീരഭദ്രൻ്റെ മുമ്പിൽ ഭദ്രകാളി അരീൻ, ഭദ്രകാളി അതെ വീരഭദ്രന് വെട്ടി നിറച്ചിടുന്നുണ്ട്, പത്നോരെ മുഴുവൻ വെട്ടിയിടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഭദ്രകാളിയും അരീഞ്ചാൽ ഈ ശത്രുക്കളെ ശൂലപാത വിദാരിതാൻ, ശൂലം കൊണ്ട് കുത്തി കീറിയിട്ടും ഖട്വാംഗബോധിതാൻ,
ഖട്വാങ്കം കൊണ്ട് അടിച്ച് ചതച്ചും അവരും യുദ്ധത്തിലിങ്ങനെ മുന്നേറുന്നുണ്ട്. ഭഗവതി മാത്രമല്ല, ഭഗവതിയെ സഹായിക്കാൻ വീരഭദ്രനും ഭദ്രകാളിയും അവർക്ക് പറ്റുന്ന പോലെ ഈ പിന്നെ ശത്രുക്കളെ, അസുരന്മാരെ ശൂലം കൊണ്ട് കുത്തി കീറിയിട്ടും ഖട്വാങ്കം കൊണ്ട് അടിച്ച് ചതച്ചിട്ടും രണ്ടാളും എത്ര അസുരന്മാരെ കൊല്ലാൻ പറ്റുമെച്ചാൽ അത്ര അസുരന്മാരെ അവരും കൊന്നു മുന്നേറിയെന്ന്, യുദ്ധത്തിൽ മുന്നേറി, അതായത് സഞ്ചരിച്ചു പറയുന്നുണ്ട്. കണ്ടോ, കുർവതി വ്യചരത്തത, നമ്മളങ്ങനെ പറയുമല്ലോ, വെട്ടി ഇങ്ങോട്ട് മുന്നേറി പറയില്ലേ, യുദ്ധത്തിൽ ഇങ്ങനെ മുമ്പിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ അസുരന്മാർ വരണവരെ മുഴുവനും വെട്ടി വീഴ്ത്തി അവരിങ്ങനെ മുമ്പിലേക്ക് പോവുക. വീരഭദ്രനും ഭദ്രകാളിയും ഭഗവതിയുടെ ഒപ്പം ഉണ്ടാകുന്ന തസ്യാഗ്രതസ്തഥാ കാളീ ശൂലപാതവിദാരിതാൻ ഖട്വാംഗപോതിതാംശ്ചാരീൻ കുർവതി വ്യചരത്തതാ. അപ്പം ഭഗവതിയെ സഹായിക്കാനല്ലാണ്ടവർ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ, അവർ എന്ത് വേണമെങ്കിൽ ചെയ്യുമല്ലോ. പിന്നെ ഈ പല രൂപങ്ങളുണ്ടായി പറഞ്ഞുല്ലോ. ബ്രഹ്മശക്തി കൊണ്ട് ബ്രഹ്മാണി ഉണ്ടായി, ശിവശക്തി കൊണ്ട് നമ്മൾ പറഞ്ഞുല്ലോ മാഹേശ്വരി ഉണ്ടായി, നമ്മൾ പല ദേവിയും, വൈഷ്ണവി, വാരാഹി, നാരസിംഹി, ഇന്ദ്രാണിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതൊക്കെയാണ് പറയണത് കേട്ടോ. കമണ്ഡലു ജലാക്ഷേപ ഹതവീര്യാൻ ഹതൗജസ ബ്രഹ്മാണി ചാകരോച്ഛത്രുൻ ഏന സ്മധാവതി. ബ്രഹ്മാണി രൂപത്തിൽ, ബ്രഹ്മരൂപത്തിലുള്ള, അതായത് ബ്രഹ്മാണി എന്ന ദേവിയും, അതായത് ബ്രഹ്മാവിൻ്റെ ശക്തിയിൽ നിന്നുണ്ടായ ആ ദേവി ഉണ്ടല്ലോ, കണ്ട ബ്രഹ്മാവിനെ പോലെ ഒക്കെ നമ്മൾ പറഞ്ഞുല്ലോ. ആ ബ്രഹ്മാണി എന്ന ദേവി എന്താ ചെയ്യണ, ഏന മാർഗേണ, അതായത് ഏതൊക്കെ വഴിക്കാണ് ആ ബ്രഹ്മാണി ദേവി സഞ്ചരിക്കണ അവിടെയൊക്കെ എന്ത് ചെയ്തു, ധാവതി, ഏതൊക്കെ വഴിക്കാണ് ഇങ്ങനെ മുമ്പിലേക്ക് പോയത് ബ്രഹ്മാണി ദേവി, അവിടെയൊക്കെ ധാവതി സ്മ തത്ര ശത്രുൻ കമണ്ഡലു ജലാക്ഷേപ ഹതവീര്യാൻ ഹതൗജസഹ അകരോത്. എന്താ ബ്രഹ്മാണി ചെയ്തത്? ബ്രഹ്മാണി എവിടേക്കൊക്കെ മുമ്പിലേക്ക് നടക്കണ ദിക്കിലൊക്കെ അവിടെ ആ ഭാഗത്തുള്ള, നടക്കുമ്പോൾ രണ്ട് ഭാഗത്തുള്ള എല്ലാ അസുരന്മാരെയും ഈ ബ്രഹ്മാണിയുടെ കമണ്ഡലൂലത്തെ, ബ്രഹ്മരൂപിണിയല്ലേ, ബ്രഹ്മാവിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ കമണ്ഡലു ജലമൊക്കെ ഉണ്ടല്ലോ, ആ ബ്രഹ്മാണി ദേവി എന്താ ചെയ്തത്, കമണ്ഡലൂലത്തെ ജലം തളിച്ചിട്ട് എല്ലാ അസുരന്മാരെയും ശക്തി ഇല്ലാത്തവരാക്കി തീർത്തു, നിർവീര്യരാക്കി തീർത്തു. ബ്രഹ്മാണി അതാണ് ചെയ്തത്. ബ്രഹ്മരൂപത്തിലുള്ള ഭഗവതി എന്താ ചെയ്തത്, ബ്രഹ്മാവിൻ്റെ ശക്തിയായിട്ട് വന്ന ആ ബ്രഹ്മാണി ദേവി എന്താ ചെയ്തത്, കയ്യിൽ കമണ്ഡലുമുണ്ട്, വെള്ളമുണ്ട്. അപ്പം നടക്കുമ്പോൾ മുമ്പിൽ കണ്ട തൻ്റെ രണ്ട് ഭാഗത്തും മുമ്പിലുള്ള എല്ലാ അസുരന്മാരെയും ഈ കമണ്ഡലത്തെ ജലം അങ്ങോട്ട് തളിക്കും. ദിവ്യജലമാണ്, അതിന് ശക്തി ഉണ്ട്, മന്ത്രമൊക്കെ ചൊല്ലിയിട്ടുള്ള ജലമാണ്, മന്ത്രം ചൊല്ലിയിട്ട് തളിക്കുന്നുണ്ടാവും. അപ്പോൾ ആരൊക്കെ മേലാണ് ആ ജലം വർഷിക്കപ്പെട്ടത്, അവർ മുഴുവൻ നിർവീര്യരായി അങ്ങനെ വീണു. അവിടെ അവർക്കൊന്നും യുദ്ധമൊന്നും ചെയ്യാൻ വയ്യാണ്ടേ അങ്ങനെ നിർവീര്യരാക്കി ബ്രഹ്മാണി ദേവി. കമണ്ഡലു ജലാക്ഷേപ ഹതവീര്യൻ ഹതൗജസ ബ്രഹ്മാണി ചാകരോച്ഛത്രുൻ ഏന സ്മധാവതി. പോണോടത്ത് മുഴുവനെ അവിടെ ഉള്ളവരെയൊക്കെ നിർവീര്യരാക്കി. ആര്? ബ്രഹ്മാണി ദേവി. ഇനി അടുത്തത് മാഹേശ്വരിയാണ് പറയണം. മാഹേശ്വരി തൃശൂലേന യഥാ ചക്രേണ വൈഷ്ണവി ദൈത്യാൻ ജഘാന കൗമാരി തഥാ ശക്തിയാദികോപന. അപ്പം ഇതിൽ മൂന്നാളെ പറയുന്നുണ്ട്. എന്താ അറിയോ, മഹേശ്വരിൻ്റെ ശക്തിയിൽ നിന്ന് വന്ന മാഹേശ്വരിയും വിഷ്ണുവിൻ്റെ ശക്തിയിൽ നിന്ന് വന്ന വിഷ്ണുവിൻ്റെ ശക്തിയിൽ നിന്ന് മൂന്നാൾ വന്നൂല്ലോ. വിഷ്ണുവിൻ്റെ ശക്തിയിൽ നിന്ന് വന്ന വൈഷ്ണവി ദേവിയും പിന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ശക്തിയിൽ നിന്ന് വന്ന കൗമാരിയും എന്താ ചെയ്ത, മാഹേശ്വരി തൃശൂലേന, അതായത് മഹേശ്വരി തൃശൂലം കൊണ്ട് അനവധി ദൈത്യാഞ്ജഖാന അനവധി അസുരന്മാരെ കൊന്നു. ആരെ? മാഹേശ്വരി ശൂലം കൊണ്ട്. പിന്നെ രണ്ടാമത്തെ വൈഷ്ണവിയല്ലേ, വൈഷ്ണവിയോ തഥാ വൈഷ്ണവി ചക്രേണ. അപ്പം വൈഷ്ണവിക്ക് ഭഗവാന്റെ സുദർശന ചക്രമുണ്ട്. അപ്പോൾ വൈഷ്ണവി സുദർശന ചക്രം കൊണ്ട് എല്ലാവരെയും നിഗ്രഹിച്ചു. വഴിയിലുള്ളവരെ, അതായത് തൻ്റെ മുമ്പിലും സൈഡിലുള്ള സകലരെയും വൈഷ്ണവി ദേവി ചക്രം കൊണ്ട് കൊന്നു. മറ്റേ ശിവൻ ശൂലം കൊണ്ട്. ഇനിയോ കൗമാരി, അതായത്
പിന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ശക്തിയിൽ നിന്ന് വന്ന കൗമാരി എന്താ ചെയ്തത്? വേലുകൊണ്ട്, വേലാണല്ലോ സുബ്രഹ്മണ്യ സ്വാമി, വേലുകൊണ്ട് അനവധി അസുരന്മാരെ കൊന്നു. അങ്ങനെ മൂന്നാളും അനവധി അതികോപത്തോടു കൂടി, അതുകൊണ്ട് തഥാ ശക്തി ആദികോപേന ഈ പിന്നെ മാഹേശ്വരി ദേവിയും വൈഷ്ണവി ദേവിയും കൗമാരിയും ഒക്കെ അതിഭയങ്കര കോപത്തോടു കൂടിയിട്ട് അവരവരുടെ ആയുധങ്ങളെ കൊണ്ട് പറ്റുന്നത്ര അസുരന്മാരെ വധിച്ചു. അതായത് മാഹേശ്വരി ശൂലം കൊണ്ട്, വൈഷ്ണവി സുദർശന ചക്രം കൊണ്ട്, കൗമാരി വേലുകൊണ്ട് അതികോപത്തോടു കൂടി അനവധി അസുരന്മാരെ വധിച്ചു എന്നാണ് അതിൽ പറഞ്ഞത്. ഇനി നോക്കട്ടെ, സമയമായി. ഇനി നിർത്താട്ടോ അല്ലേ. ഇപ്പോൾ എത്രാമത്തെ നമ്മൾ ചെയ്തത്? 35 ചെയ്തു. അതെ. ഇനി എന്താ അറിയോ, ഈ ഇന്ദ്രാണിയുടെയും പിന്നെ വാരാഹി നമ്മൾ പറഞ്ഞുവല്ലോ, നാരസിംഹിയും കൂടിയൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് നാളെ ചെയ്യാം. അപ്പം നമുക്ക് 35 വായിച്ചല്ലോ. അപ്പം ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമഃ.